ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്നലെ എല്ലാവരും ദേവശൈനി ഏകാദശി എടുത്ത് കാണുമെന്നറിയാം. ഇന്നതിൻ്റെ പാരണയൊക്കെ കഴിഞ്ഞ് കാണും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു തുടക്കത്തിന് വേണ്ടി എല്ലാവരും ആ ഭഗവാന്റെ അനുഗ്രഹത്തിൽ വരുന്ന 4 മാസക്കാലം ദേവ ഉത്ഥാന ഏകാദശി വരെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ തന്നെ ഇരിക്കുവാൻ ഭഗവൽ സേവകളിൽ ചിന്തകളിലൊക്കെ മുഴുകുക. അപ്പോൾ എന്നെ സ്പർശിച്ച ഈയിടെ ഉണ്ടായ ഒരു സംഭവമാണ് എനിക്ക് ഇത് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ ആശയങ്ങൾ, എൻ്റെ മനസ്സിൽ തോന്നിയ സന്ദർഭങ്ങൾ, ആ വൈകാരികമായ അവസ്ഥകളൊക്കെ പ്രിയമുള്ളവരോട് ഷെയർ ചെയ്യാൻ തോന്നി. നമ്മുടെ സോപാന സംഗീതമൊക്കെ പാടുന്ന അനൂപ് എന്ന് പറഞ്ഞൊരാളുണ്ട്. മിക്കുള്ളവർക്കും അറിയാമായിരിക്കും. അദ്ദേഹമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ നമ്മൾ കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ചാനലുകളിലൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുള്ളത്. അദ്ദേഹം ഈയിടെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്ത് ആത്മഹത്യക്കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്. വളരെ ചെറുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ മകൻ, ആകെ ഒരു മകനേ ഉള്ളൂ. ഭാര്യയുടെ വീട്ടിലും ആ ഭാര്യ മാത്രമേ ഉള്ളൂ മകൾ. അപ്പോൾ അവർക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, സന്തോഷമായിട്ട് പോകുന്നു. പക്ഷേ ഭാര്യ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നതിൽ ഭാര്യയുടെ അമ്മയ്ക്ക് എന്തോ ബുദ്ധിമുട്ട്. ഏക മകൾ അവരുടെ ഒപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തെ അവർ അലോസരപ്പെടുത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ കേട്ടത്. ആ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ട നമ്മുടെ ഹൃദയഭേദകമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നത് പോലെ തന്നെയായിരുന്നു മനസ്സ് എന്ന് ഒരു സുഹൃത്ത് എൻ്റെ ശബ്ദരേഖ ഞാൻ കേട്ടു. കാരണം അത്ര നിഷ്കളങ്കതയാണ് ആ മുഖത്ത് നോക്കിയാൽ. എത്ര സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ, എത്ര ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രൂപവും അതേ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സും. എല്ലാവരോടും സന്തോഷമായി സ്നേഹമായി പെരുമാറുന്ന, തൻ്റെ അടുക്ക സംഗീതം പഠിക്കാൻ വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസൊന്നും കണക്ക് പറഞ്ഞ് മേടിക്കുകയില്ല. അതൊരു ദൈവത്തിൻ്റെ വരദാനം പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലാത്തവർക്കൊക്കെ സ്വന്തം പൈസ കൊണ്ട് അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. കുട്ടികളെ പല മത്സരങ്ങളിലും സ്വന്തം ചെലവിലൊക്കെ കൊണ്ടുപോകുന്നു. അവരെ പരമാവധിയൊക്കെ വളരെ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ സംസാരിക്കുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട ആൾ. എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മയല്ലാത്ത ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലില്ല എന്നൊരു സുഹൃത്ത് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്ര അറിവുള്ള ആൾ, സോപാന സംഗീത ഗായകനൊക്കെ ആകുമ്പോൾ ആത്മീയമായ തലത്തിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളും ആകാം. എന്നിട്ടും അവിടെ മനോബലം നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ. കാരണം എന്താണ്? താൻ സ്നേഹിക്കുന്ന തൻ്റെ കുടുംബം, ആ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ അലോസരപ്പെടുത്തൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതിനൊരു പരിഹാരമില്ലെന്ന് തോന്നിയിട്ടുണ്ടാകാം അദ്ദേഹത്തിന്. ആ ചെറിയ ഓരോരുത്തർക്കും ഓരോന്നാണ് സന്തോഷം. നമ്മൾ ഭഗവാനെ ഹൃദയത്തിൽ വെച്ച് ഭഗവാൻ തരുന്ന കാരുണ്യത്തിൽ ജീവിക്കുന്നു. അത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാരുണ്യത്തിൽ, ഭഗവാന്റെ സ്നേഹത്തിൽ, സന്തോഷത്തോടെ നാം ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മറ്റുള്ളവരെക്കാളൊക്കെ സേഫായിട്ടുള്ള ഒരിടം ഭഗവാനാണെന്ന് നാം സ്വയം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, അല്ലേ? അതെ, അതുതന്നെയാണ്. നമ്മൾ മനുഷ്യരെയൊക്കെ ആശ്രയിച്ചിട്ട്, അല്ലെ നമ്മൾ ആശ്രയിക്കുന്ന മനുഷ്യരിൽ നിന്ന് നമുക്ക് അതുപോലെയുള്ള കരുതലും, അല്ലെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെയുള്ള ആ ഭഗവാന്റെ പോലെയുള്ള ഒന്നും പറയാതെ തന്നെ നമ്മുടെ മനസ്സറിയുന്ന ആള്, അതാണ് ഭഗവാൻ. അങ്ങനെ ഒരു സ്നേഹം, കരുതലൊക്കെ നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരായിട്ട് കരുതുന്നവരും നമ്മെ പ്രിയപ്പെട്ടവരായി കരുതുന്നവരിൽ നിന്നും, അതായത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നത് ആർക്കൊപ്പമാണോ ആ സമൂഹം നമ്മെ പരിഗണിക്കാതെ വരികയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്കൊരു ജീവിതം കിട്ടാതെ വരികയും, ജീവിതം കിട്ടും പക്ഷേ ആ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് വളരെയധികം ഒന്നും
നമ്മൾ ഇടപെടുന്ന മനുഷ്യരിൽ നിന്ന് നമുക്ക് കിട്ടില്ല. കിട്ടുമെങ്കിലും അതൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണത്. ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാന്റെ ആ ഒരു പരിധിയില്ലാത്ത, ഒരു കണ്ടീഷൻ ഇല്ലാത്ത ഒരു സ്നേഹം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും അതുതന്നെയാണ് സന്തോഷം എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു അവസരം വരും. അങ്ങനെ വന്നവരാണ് അതിൽ തന്നെ ഉറച്ച് ആ ഒരു സന്തോഷത്തിൻ്റെ തണലിൽ ജീവിക്കാൻ ആരംഭിക്കുന്നത്. അല്ലാതെ ഭൗതിക ജീവിതത്തിൽ മാത്രം നമ്മളിങ്ങനെ മുഴുകി എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ ഭാര്യയാണ്, ഭർത്താവാണ്, എൻ്റെ അച്ഛനാണ്, അമ്മയാണെന്നൊക്കെ കരുതുകയാണ്. അങ്ങനെ കരുതിയിട്ട് അവരില്ലെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല, അവരിലേക്കാണ് എൻ്റെ ശ്രദ്ധ, അല്ലെങ്കിൽ എൻ്റെ സന്തോഷം ആ വ്യക്തിയാണ്, അല്ലെ ആ വ്യക്തികളാണ് എന്ന് തോന്നുമ്പോൾ മിക്ക ഗൃഹസ്ഥാശ്രമികൾക്കും സംഭവിക്കുന്നതാണ്. അങ്ങനെ തോന്നുമ്പോൾ അവർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ആ വേദന, അല്ലെങ്കിൽ നമ്മളെ അവർ പരിഗണിക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹം അവരിൽ നിന്ന്, കരുതലും സ്നേഹവും നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്നെ കരുതാൻ വേറൊരാളുണ്ട്, ഭഗവാൻ ഉണ്ടല്ലോ എന്ന ചിന്ത വരാതെ ആ വ്യക്തികളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരകന്നു പോവുകയോ അകന്ന പോലെയുള്ള അനുഭവം വരികയോ ചെയ്യുമ്പോൾ ജീവിതം ഇവിടം കൊണ്ട് മതി, ഇനി എനിക്ക് ജീവിക്കാൻ സന്തോഷമില്ല, ഇനി എൻ്റെ ജീവിതം ശൂന്യമാണ്, അന്ധകാരമാണ്, ഞാൻ ശരിയായ ആളല്ല, അതുകൊണ്ടാകാം എൻ്റെ ഫാമിലി എന്നോടിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാണ് ഓരോ ജീവിതവും, വിലപ്പെട്ട ജീവിതങ്ങളൊക്കെ പൊലിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഈ അടുത്തിടെ തന്നെ എൻ്റെ ശ്രദ്ധയിൽ, എൻ്റെ ഏകദേശം ഏരിയയിലൊക്കെ ഉള്ള പലതും ഞാൻ അറിയുന്ന വ്യക്തികളല്ല എങ്കിൽ പോലും ഇങ്ങനെ അടുത്തടുത്ത് കുട്ടികളാണ്, അത് പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ, പെട്ടെന്ന് ഒരു ബൈക്കിൽ ഒരാളിങ്ങനെ ബൈക്കിൻ്റെ പിറകിലിരുന്ന് ഒരു ചെറിയ കുട്ടി ഒരു മുതിർന്ന കുട്ടിയെ ബൈക്കിൽ വെച്ചിങ്ങനെ രണ്ടുപേര് സഞ്ചരിക്കുന്നു. ഒരു പാലത്തിൻ്റെ അരികിലായപ്പോൾ ഒരു ഫോൺ വന്ന് പിറകിലിരിക്കുന്ന വലിയ ആളിന്, ആ വലിയ ആളെന്ന് പറയുന്നത് 21 വയസ്സേ ആയിട്ടുള്ളൂ. ആ പയ്യൻ ഗൾഫിൽ എവിടെയോ ജോലി ചെയ്തിട്ട് വന്ന ദിവസം തന്നെയാണ്. ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലിരിക്കുന്ന ചെറിയ കുട്ടിയോട് പറയുന്നു വണ്ടി നിർത്തൂന്ന്. വണ്ടി നിർത്തിയപ്പോൾ ആ തൊട്ടടുത്ത് കണ്ട ആ പാലത്തിൻ്റെ അരികിലുള്ള കായലിലേക്ക് ആ ഫോണോടുകൂടി എടുത്ത് ചാടി. എത്രയോ പ്രാവശ്യം എല്ലാവരും തെരഞ്ഞു, ഫയർഫോഴ്സും പോലീസുകാരും ഒക്കെ വന്ന്, രക്ഷാപ്രവർത്തകരൊക്കെ വന്ന് 2 ദിവസം തിരഞ്ഞിട്ടും ആളിനെ കിട്ടിയില്ല. പിന്നീട് കടലിനടുത്തുള്ള വേറൊരു പാലത്തിലാണ് അതിൻ്റെ ബോഡി അടുത്തത്. അതിൻ്റെ കാരണം പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ആ കോള് വന്നത് എവിടെയോ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടേതാണ്. ഫോണിനകത്തിലിരുന്ന് ചാറ്റ് ചെയ്ത്, ഇൻസ്റ്റയിലൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ പരസ്പരം ചാറ്റ് ചെയ്തതിന് ശേഷം നാട്ടിൽ ആ പയ്യൻ വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് അവനോട് ഉള്ള സ്നേഹം ബ്രേക്കപ്പായെന്ന് പറഞ്ഞത് കാരണം ആ ഫോണിൽ ആ വാക്ക് കേട്ടപ്പോൾ ഉടനെ തന്നെ എടുത്ത് ചാടി. ആ ആൺകുട്ടിക്ക് ഒരു അമ്മയും അവൻ്റെ ഇളയ ഒരു പെൺകുട്ടിയുമുണ്ട്, അച്ഛനുണ്ട്. അവരെ ആരെയും ആലോചിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയോ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത, ഫോണിൽ കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ അതൊരു പെൺകുട്ടിയാണോ അതോ ഒരു അമ്മയാണോ അതെങ്കിലും ഒരു മുത്തശ്ശിയാണോ, ആർക്കറിയാം അത് ആരായിരുന്നു എന്ന്. അങ്ങനെ സംസാരിച്ച് മാത്രം പരിചയമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ആ പയ്യൻ അവളുടെ ഒരു വാക്കിൻ്റെ പിറകിൽ എടുത്ത് ചാടി. ആർക്കാണ് ജീവൻ പോയത്? ആ ആൺകുട്ടിക്ക്. ഈ ആൺകുട്ടികളൊക്കെ സത്യത്തിൽ മണ്ടന്മാരാണെന്ന് തോന്നുന്നു. പെൺകുട്ടികളൊക്കെ എത്ര കൗശലക്കാരാണ്. അവർക്ക് ഇന്നൊരു ആൺകുട്ടിയുടെ കൂടെ നടക്കുന്നു, അവർക്ക് വേണമെന്നൊക്കെ ആ ആൺകുട്ടി ആ സാഹചര്യത്തിൽ സാധിച്ചു കൊടുക്കുന്നു. അതിനടുത്ത ദിവസം വേറൊരു ആൺകുട്ടിയെ കാണുമ്പോൾ അവരോട് പോകുമ്പോൾ, അപ്പോൾ ആൺകുട്ടികളൊക്കെ ആദ്യത്തെയൊക്കെ ഒരു സ്നേഹമാണെങ്കിൽ അതിങ്ങനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കും. ഇതാണ് ജീവിതം എന്നൊക്കെയുള്ള ചിന്തിച്ച്, ഇവളാണ് എൻ്റെ സന്തോഷം, ഇവളാണ് എൻ്റെ ഹൃദയമാണെന്നൊക്കെ കരുതും. പക്ഷെ ആ ഹൃദയം വേറെ പലർക്കും ദാനം ചെയ്യുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ ആൺകുട്ടികൾക്ക് സഹിക്കില്ല. അവർ അങ്ങനെ, അതുപോലെ തന്നെ പെൺകുട്ടികളും അങ്ങനെ ധാരാളം പേർ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ +1 +2 പഠിച്ചുകൊണ്ടിരുന്ന ഒരു ആൺകുട്ടി, അതും ഒരു പ്രണയത്തെ ചൊല്ലി എന്തോ ഒരു
കൂട്ടുകാർ തമ്മിൽ സംസാരം ഉണ്ടായി. പ്രണയ നൈരാശ്യം മൂത്ത് ഒരമ്മ മാത്രമേ ഉള്ളവന്. അച്ഛൻ മരിച്ചു പോയതാണ്, സഹോദരങ്ങളില്ല. ആ അമ്മ അവന് വേണ്ടി ജോലിയൊക്കെ ചെയ്യുന്നതാണ്. അമ്മ വൈകുന്നേരം വീട്ടിൽ സന്ധ്യയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട് തുറന്നു നോക്കിയപ്പോൾ ആ കുട്ടി തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അതിന് 17 വയസ്സ് പോലും കാണില്ല. അപ്പോൾ ആ അമ്മയെപ്പോലും ഓർത്തില്ല. ക്ലാസ്സിലെങ്ങാനും കൂടെ പഠിക്കുന്ന പെൺകുട്ടികളാകും. ആ പെൺകുട്ടിയുടെ സ്നേഹം അവന് കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു വിഷയത്തിൽ ഉണ്ടായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കത്തിൻ്റെ പേരിൽ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് അത് സഹിക്കാൻ വയ്യാതെ മുറിയിൽ കയറി തൂങ്ങി മരിക്കുക. എന്താണ് ഈ ലോകത്തൊക്കെ നടക്കുന്നത്? ഇനിയുള്ള തലമുറയുടെ എല്ലാത്തിൻ്റെയും എല്ലാം ഇതൊക്കെ തന്നെയുള്ളു. സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നമ്മുടേതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളർത്തി. ഇതുവരെ നമ്മൾ ഈ ഒരു നമ്മളിപ്പോൾ ഈ ഒരു തലമുറ, നമ്മുടെ ഒരു ഏജുള്ള ഒരു തലമുറ വരെയുള്ളവർ സേഫാണെന്ന് എനിക്ക് തോന്നുന്നു. മക്കളുടെ കാര്യത്തിലാണെങ്കിലും മക്കൾ വിദ്യാഭ്യാസം സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് വളരെ നല്ലത്. അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഒക്കെയും പ്രത്യേകിച്ച് ഈ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികളൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഈ കുട്ടികളെയൊക്കെ നമ്മൾ എന്തിനു സ്നേഹിക്കുന്നു? ഇനി പുതിയ തലമുറ അമ്മമാർ ഇതിനേക്കാളും ക്ലേശം അനുഭവിക്കും. ഇപ്പോൾ LKG UKG 1 2 പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ അമ്മമാരുണ്ട്, പുതിയ അമ്മമാർ. ആ കുട്ടികൾ വളർന്നു വരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ 10 വർഷം കഴിയുമ്പോഴാണ് കുട്ടികളുടെ മനസ്സ് ചേഞ്ച് ചെയ്തിരുന്ന നേരത്തെ. എങ്കിൽ അതിനു മുമ്പ് 25 വർഷത്തിനിടയ്ക്കായിരുന്നു ഇതിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ 10 വർഷം പോയിട്ട് 5 വർഷം പോലും 5 തലമുറയല്ല 5 വർഷങ്ങൾ കഴിഞ്ഞ് വരുന്ന ആ ഒരു കുട്ടികൾക്ക് പോലും പെട്ടെന്നാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം എൻ്റെതാണ്, ഞാൻ വളർത്തുന്ന മക്കൾ, എൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഭാര്യ ഭർത്താവ്, എൻ്റെ അമ്മ അച്ഛൻ, എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങളുടെ ദുഃഖത്തിനും ജീവിതത്തിലെ പരാജയത്തിനും കാരണമാവും. എനിക്കതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അത് പറയാനാണ് ഞാൻ ഇന്ന് ഈ ഫോൺ എടുത്തത് തന്നെ. ഇത് നമ്മളെ അവർ കരുതുന്നുണ്ടോ? ആ ഒരു 2 അമ്മമാരുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞേ. അപ്പോൾ അതുപോലെ തന്നെ അനൂപ് എന്ന് പറയുന്ന ആ കലാകാരൻ്റെ എത്ര ഗിഫ്റ്റഡാണ് ആള്, ഭഗവാൻ എത്ര അനുഗ്രഹം കൊടുത്ത ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ അവരുടെ അമ്മമാരെയോ അവരെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവരെയോ ഒന്നും ഓർക്കുന്നില്ല. നിസ്സാരമായിട്ടൊക്കെയുള്ള ഒരു ചെറിയ വേവലാതിയുടെ പേരിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ചെറിയ ആൺകുട്ടികൾ അവരുടെ അമ്മമാരെ ശ്രദ്ധിച്ചോ? ഒരു കുട്ടിക്ക് ഒരു അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ മരിച്ചാൽ എൻ്റെ അമ്മ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നേ? ആ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി എന്തിനാണ് ആ അമ്മ ജീവിക്കുന്നത് എന്ന് തോന്നും. നമ്മളൊരു പഴയ ഒരു സിനിമയുണ്ട്, വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ, അവർക്ക് നമുക്ക് പെട്ടെന്ന് അതിൽ തരുണി എന്ന് പറഞ്ഞൊരു കൊച്ചു മോളുണ്ടായിരുന്നു. പണ്ട് രസ്നയുടെയൊക്കെ പരസ്യത്തിന് വന്നിട്ടുള്ള ഒരു കുട്ടി, എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. വെള്ളി നക്ഷത്രം എന്ന് പറയുന്ന വിനയൻ എന്ന് പറയുന്ന ആളിൻ്റെ സംവിധായകൻ്റെ ഒരു പടമാണ്. 10-20 വർഷത്തിന് മുമ്പുള്ളതാണ്. അതിൽ ആ കുട്ടി 14ാമത്തെ ജന്മദിനത്തിൻ്റെ അന്നാണ് ആ കുട്ടി 14 വയസ്സ് വരെ ജീവിച്ചിരുന്നു. വളരെ സുന്ദരിയായിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടി, വളരെ മിടുക്കിയായിരുന്നു ആ കുട്ടി. ഒത്തിരി ഭാഷകളിലെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ 14 വയസ്സിനുള്ളിൽ 14ാമത്തെ ബർത്ത്ഡേയുടെ അന്ന് ഒരു മെയ് 14 ആ കുട്ടി നേപ്പാളിൽ അവളുടെ അമ്മയായിട്ട് അവിടെ ടൂറ് പോയ അവസരത്തിൽ പ്ലെയിൻ ആക്സിഡൻറ്റിലാണ് ആ കുട്ടി മരിക്കുന്നത്. അതറിഞ്ഞ് വളരെ യങ്ങായിരുന്നു അവളുടെ അച്ഛൻ, വളരെ സമ്പന്നനും. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ക്ഷേത്രമൊക്കെ വീടിനോടനുബന്ധിച്ച് നിർമ്മിച്ച് അതിൽ ഭഗവാനെ പൂജിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും അതിനേക്കാൾ പ്രിയങ്കരിയായ മകളും നഷ്ടപ്പെട്ടല്ലോ, ഞാനും മരിച്ചേക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹത്തിന് മരിക്കാൻ എന്തെല്ലാം മാർഗം ഉണ്ടായിരുന്നു. ഞാൻ ഇനി ആർക്ക് വേണ്ടിയാണ് സ്വത്ത് സമ്പാദിക്കുന്നത്, ജീവിക്കുന്നത്? അദ്ദേഹം ഓരോ ദിവസവും വീട്ടിൽ നോക്കുമ്പോഴെല്ലാം തൻ്റെ മോളുടെയും ഭാര്യയുടെയൊക്കെ കാര്യങ്ങളല്ലേ ആ വീട്ടിലുള്ളതെല്ലാം. അതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം പൊടുന്നതിനെ വേണേൽ മരിക്കാമായിരുന്നു, പക്ഷെ ചെയ്തില്ല.
ഇനിയുള്ള കാലം ഞാൻ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റിവെക്കും, എനിക്കിനി അതിനെ കഴിയൂ എന്ന് തീരുമാനിച്ച് ഒരു ക്ഷേത്രമൊക്കെ ഭഗവാന് വേണ്ടി നിർമ്മിച്ച് അതിൽ പൂജ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ സേവ ചെയ്ത് ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ ഇട്ടിട്ട് പോയി, ഉപേക്ഷിച്ച് പോയി, നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു അവർ, പക്ഷേ അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കരുത്. എത്രയെത്ര തിരസ്കരണത്തിലൂടെയാണ് ഓരോ ജീവിതവും ഈശ്വരനെ അറിഞ്ഞു വരുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വിലയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നഷ്ടങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കരുത്. ആ നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ വലുതാണ് ഭഗവാൻ. നമ്മുടെ ഇതിഹാസങ്ങൾ, മഹാഭാരതം എടുത്തു നോക്കിയാൽ ഈ ലോകത്ത് ആരെങ്കിലും, ഈ ഭൂമി ഉണ്ടായ ചരിത്രം തൊട്ട് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ എനിക്ക് ദുഃഖം മാത്രം തരൂ ഭഗവാനെ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എനിക്ക് മോശ അവസ്ഥകൾ തരൂ, ദുഃഖം ദുരിതമൊക്കെ തരൂ ഭഗവാനെ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ച ഒരേ ഒരാളേ ഉള്ളൂ. ആരായിരുന്നു അത്? നമ്മുടെ കുന്തി ദേവി, എന്നത്തെയും ലോകത്തിന് മാതൃകയായ മാതാവ്. ആ മാതാവിൻ്റെ സഹോദരൻ്റെ പുത്രനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ എത്ര അടുപ്പമുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാൻ ആ കുന്തി മാതാവിനോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് എന്താണ് അനുഗ്രഹം വേണ്ടത്, എന്താണ് ആവശ്യം എന്നിൽ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ സർവശക്തനായ ഭഗവാനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ പ്രിയങ്കരനായ ശ്രീകൃഷ്ണൻ എന്ന് അറിയാമായിരുന്ന മാതാവ് പറയുകയാണ്, എനിക്ക് എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം തരൂ കണ്ണാന്ന്, എങ്കിലേ ഞാൻ കരയത്തുള്ളൂ, വിഷമിക്കത്തുള്ളൂ. വിഷമിച്ചാലേ ഞാൻ ആരെ ആശ്രയിക്കൂ? ഭഗവാനെ ആശ്രയിക്കൂ. അതോ കുന്തി മാതാവിൻ്റെ വളരെ ചെറുപ്പം മുതലേ ദുഃഖവും ദുരിതവും മാത്രമാണ് ആ ജീവിതത്തിലുള്ളത്. ഭർത്താവ് നഷ്ടപ്പെട്ടു. സപത്നിയായ മാദ്രിയുടെ മക്കളായിരുന്നു നകുലനും സഹദേവനും. അവരെയും വളർത്തി സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് കാനനത്തിൽ മക്കളോടൊപ്പം ജീവിച്ചു. എന്തെല്ലാം ദുരിതങ്ങളാണ് ആ മാതാവ് അനുഭവിച്ചത് ആ മക്കളുമായിട്ട്. എന്നിട്ടോ അവസാനം എല്ലാം മക്കൾക്ക് നേടി കുരുക്ഷേത്ര യുദ്ധവും കഴിഞ്ഞ് യുദ്ധത്തിൽ തൻ്റെ മക്കൾ വിജയിച്ച് രാജമാതാവായിട്ട് താൻ വിരാജിക്കാൻ ആരംഭിക്കുമ്പോഴും കുന്തി മാതാവ് പറയുകയാണ്, എനിക്ക് ദുഃഖം മാത്രം തരൂ ഭഗവാനെ എന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ദുഃഖങ്ങളും നമ്മൾ എത്ര നന്നായിട്ട് ഭഗവാനെ ആശ്രയിക്കുവാനുള്ള ഒരു പാതയായി, ഒരു ചവിട്ടുപടിയായി, ഒരു വഴിയായി ആയിട്ടാണ് നാം കാണേണ്ടത് അതിനെ. അതല്ലാതെ ഇവിടം കൊണ്ട് എൻ്റെ പാത തീർന്നു, എൻ്റെ വഴി ഇവിടം കൊണ്ട് അവസാനിച്ചു, എനിക്കിനി മുന്നോട്ട് പോകുവാൻ വഴിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഇരുട്ടാണ്, എനിക്ക് ഒരു മാർഗവും കാണുന്നില്ലല്ലോ എന്ന് കരുതി അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. ഇനിയുള്ള കാലം, ഇനിയുള്ള മനുഷ്യർക്കെല്ലാം ഇതുപോലെയുള്ള തിരസ്കരണങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാകും. അത് ഈ കലികാലത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ നമ്മൾ ആദ്യം തന്നെ ഉപേക്ഷിക്കുക. മനസ്സുകൊണ്ട് ഇതൊന്നും എൻ്റെതല്ല, ഏത് നിമിഷവും മാറിപ്പോകാവുന്ന അല്ലെങ്കിൽ നീക്കപ്പെടാവുന്ന സംഭവങ്ങൾ മാത്രമാണെന്നുള്ള ഉറച്ച ധാരണ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ദൈവം തന്ന, അതായത് നാം ഈ ശരീരം അണിഞ്ഞു വന്നപ്പോൾ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങളുണ്ട്. നമ്മൾ അത് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ആ കർമ്മത്തിലേക്ക് തന്നെയാണ് നാം നിത്യേന നടന്നെടുക്കുന്നത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമിയായ നമ്മുടെ കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുകയും ആ കർമ്മങ്ങൾക്കൊപ്പം ഭഗവാനാണ് ഈ കർമ്മങ്ങൾ നമ്മെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ആ കർമ്മങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ച് ഞാൻ ഭഗവാൻ ഏൽപ്പിച്ച കർമ്മത്തിൻ്റെ ഫലം ഭഗവാനിൽ നിന്നാണ് അനുഭവിക്കുന്നത്, നന്മയായാലും തിന്മയായാലും. അല്ലാതെ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആ ജോലി അവിടെ കണ്ടുമുട്ടിയ ആൾക്കാർക്ക് വേണ്ടിയല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരിടത്ത് ജോലി വൈകുന്നേരം വരെ ഡ്യൂട്ടി ചെയ്യുകയാണ്. ആ ഡ്യൂട്ടി ചെയ്യുന്നത് അവിടെ നമുക്ക് ഏറ്റവും പ്രിയമുള്ളവരും പ്രിയമില്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അവിടെ ഒരാളുമായിട്ട് നമ്മൾ വളരെ പ്രിയത്തിലായിപ്പോയി, ആ വ്യക്തി നമ്മളെ തിരസ്കരിച്ചു എന്ന് കരുതി നമ്മൾ വീട്ടിലുള്ളവരെയെല്ലാം വെറുത്തു പോവുമോ? നമ്മൾ തിരിച്ച് വീട്ടിൽ വരാതിരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ വീടാണ് ഭഗവാന്റെ സന്നിധി. ആ ഭഗവാനാണ് നമ്മുടെ പിതാവ്. നമുക്ക് ശരീരം തന്ന ദേവിയാണ് നമ്മുടെ മാതാവ്. അപ്പോൾ ആ അച്ഛനും അമ്മയും നമ്മെ നോക്കി, നമ്മെ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവിടെ നമ്മളോടൊപ്പം സഹകരിക്കാൻ തന്ന നമ്മുടെ ഭൂമിയിലെ ജീവിതം ബോറടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ഭഗവാൻ തന്നു. ആ തന്നു വിട്ടത് കർമ്മബന്ധം കൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചൊന്നിച്ച് ജീവിക്കുന്നു.
അതാണ് നമ്മുടെ ജീവിതം, അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ ഹൃദയം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പടുവിഡ്ഢിതമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവകർമ്മങ്ങളും ഈ വാക്കുകളും എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.